ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എസൻഷ്യൽ ഓയിൽ വാങ്ങാനായിട്ട് അലഞ്ഞു നടക്കാത്ത സ്ഥലമില്ല. ഓൺലൈനായിട്ട് വാങ്ങാന്ന് വെച്ചാൽ 10-12 ദിവസം എടുക്കും സാധനം കയ്യിലെത്താനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മേപ്പാടിയിൽ, വയനാട് മേപ്പാടിയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ എങ്ങനാ പോവല്ലേ? വാ. നമ്മൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ടീ ട്രീ ഓയില്. 50 ml ആട്ടോ വരുന്നത്. 460 rupees ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതിനെല്ലാം റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. 100% പ്യുവർ ആൻഡ് നാച്ചുറൽ ആണ്. എസൻഷ്യൽ ഓയിൽ എന്താണെന്ന് അറിയില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടികളിൽ നിന്ന് അതിന്റെ ഫലം, പുഷ്പം, ഇല, തണ്ട്, വേര് ഇതിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് എസൻഷ്യൽ ഓയിൽ. ഇത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ ഓയിലൊക്കെ 2-3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുന്നിടത്ത് ഇത് 2-3 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഈ എസൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ഒത്തിരി ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 93% എസൻഷ്യൽ ഓയിൽസും എക്സ്ട്രാക്ട് ചെയ്യുന്നത് സ്റ്റീം എക്സ്ട്രാക്ഷനിലൂടെയാണ്. എസൻഷ്യൽ ഓയിലിന്റെ യൂസേജ് സ്ട്രെസ്, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, തലവേദന ഇതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെയർ ഹെൽത്തി ആക്കാനും സ്കിൻ ന്യൂറിഷിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഒരു എസൻഷ്യൽ ഓയിൽ. ചില പ്രത്യേക എസൻഷ്യൽ ഓയിലിന്റെ ഉപയോഗം ചുരുക്കം ചിലരിലെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സ്കിൻ റാഷസ്, അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പ്രോഡക്റ്റിന് നല്ല വശം പോലെ തന്നെ അതിന് മോശം വശങ്ങളും ഉണ്ടാവും. അപ്പൊ അതും കൂടെ പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിലേക്കും കൂടെ പോയത്. അപ്പോൾ ഇനി എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒരിക്കലും നമ്മൾ ഈ എസൻഷ്യൽ ഓയിൽ ഡൈല്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സിലേക്കായിരിക്കും കൊണ്ടുപോകുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിലധികം അത് ഉപയോഗിക്കരുത്. നമ്മളോട് ഇപ്പം 2-3 ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 5 ഡ്രോപ്പായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ അധികമായാലും അമൃതം വിഷമാണെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് JJ Aromatics എക്സ്പീരിയൻസ് ദ ലെഗസി ഓഫ് അരോമ, വയനാട് മേപ്പാടിയിലെ 46 എന്ന സ്ഥലത്തെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവർക്ക് വേറെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. സ്പൈസസ്, കരിയർ ഓയിൽസ്, പെർഫ്യൂം ഓയിൽസ്, ഫ്രാഗ്രൻസ് ഓയിൽസ്, എസെൻഷ്യൽ ഓയിൽസ്, അരോമ ബ്ലെൻഡ്സ്, ഇതൊന്നും കൂടാതെ കോഫി പൗഡർ, ഫ്ലേവർ ടീ പൗഡേഴ്സ്, അരോമ തെറാപ്പി പ്രോഡക്ട്സ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതില് എസെൻഷ്യൽ ഓയിൽസിന് മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയുണ്ട് കേട്ടോ ഇവർക്ക്. പിന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള അരോമ ബ്ലെൻഡിൽ പലതും ഇതിന്റെ പ്രൊപ്പറേറ്റർ ആയ ജെയിംസ് ചേട്ടന്റെ തന്നെ സൃഷ്ടിയാണ്. പിന്നെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഓരോ പ്രോഡക്റ്റും അതിന് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് മാത്രം വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് ആകർഷിച്ചത്. 1980 മുതൽ വയനാട് ജില്ലയിലെ അച്ചൂരാനം എന്ന മനോഹരമായ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനമാണ് JJ Aromatics. നാച്ചുറൽ അരോമാറ്റിക്സും എസെൻഷ്യൽ ഓയിൽസും നമ്മുടെ വീട്ടുവാതിൽക്കൽ എത്തിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇവര്. വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. ഞാൻ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീട്ടിലിരുന്ന് തന്നെ വാങ്ങണം എന്നുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അതായത് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നും മാത്രം വാങ്ങുക എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു JJ Aromaticsൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇവരുടെ ഈ എസെൻഷ്യൽ ഓയിലിന്റെ പ്രോഡക്റ്റിലൊക്കെ ഒത്തിരി സർട്ടിഫിക്കേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്ത് വരുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെക്ക് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു എസൻഷ്യൽ ഓയിൽ വാങ്ങുമ്പോൾ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടാവും. ആ ലേബൽ ഉള്ളത് കഴിയുന്നത് ഒഴിവാക്കുക. പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലാണ് അബ്സല്യൂട്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത്, ലേബൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതാണെന്ന് കരുതി എന്തിനും ഏതിനും ഉപയോഗിക്കാനും പാടില്ല. ഇപ്പൊ എനിക്കിപ്പോ ഒരു വീക്ക്നെസ് തോന്നി, ഞാനത് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്. നമ്മൾ എസെൻഷ്യൽ ഓയിലിന് അതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല.
അതിന് നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യണം അല്ലേ, വെള്ളം കുടിക്കുക അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഇത് ആര് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ JJ ആരോമാറ്റിക്സിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്തൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിയെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് ടീ ട്രീ ഓയിലാണ് കേട്ടോ. ടീ ട്രീ ഓയിലിന് 50 ml 460 രൂപയാണ് വരുന്നത്. പിന്നെ വാങ്ങി ജോജോബോ ഓയിൽ. ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ലിപ് സ്ക്രബ്, അതുപോലെ നമ്മുടെ കാലിന് നഖമൊക്കെ ഇല്ലേ, ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇങ്ങനെ പൊള്ളച്ച പോലെയൊക്കെ നിൽക്കില്ലേ, അതിനൊക്കെ പറ്റിയ ഒരു റെമഡീസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അതെല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കണമായിരിക്കും. പിന്നെ ഇത് സാഗ് ഓയിലാണ്, ക്ലാരി സാഗ് ഓയിൽ, പിന്നെ റോസ്മേരി. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ ഹണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്ന പാടെ എടുത്ത് കുറച്ച് കഴിച്ചിട്ടൊക്കെ മാറ്റി വെച്ചേക്കാണ്. ഹണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര ഐറ്റംസ് ആണ് ടോട്ടലായിട്ട് വാങ്ങിയത്. നിങ്ങൾക്ക് ഞാനൊരു റെക്കമെൻഡ് ചെയ്തെന്നുള്ളൂ. ഇന്ന ഒരു ഷോപ്പിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, വെബ്സൈറ്റ് വഴി വാങ്ങാം. പൊതുവേ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട്, വില കുറച്ച് കിട്ടുന്നതും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റിയതാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് പോയി സ്മെല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പം എന്തുകൊണ്ടും ആമസോണിൽ ഓർഡർ ചെയ്യാഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നി. ഇത് വാങ്ങിയതിന് ശേഷം കേട്ടോ, ഞാൻ അവിടെ പോയി അവിടുത്തെ ആ സെറ്റിങ്സ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എസെൻഷ്യൽ ഷോപ്പിൽ പോകുന്നത്. ഞാൻ ഇതിനു മുന്നേ ഇതുപോലൊരു ഷോപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എസെൻഷ്യൽ ഓയിൽ വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വാങ്ങാനായിട്ട് ഇതുവരെയും പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു. അപ്പോൾ ഓണറോടാണെങ്കിലും നമ്മൾ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പിന്നെ തലവേദനയ്ക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ അതായത് ഞങ്ങൾക്ക് അവിടെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്ത കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വാങ്ങാം. ഇത് ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് ഒരു നിർബന്ധമല്ല. നമ്മളതൊരു നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പ് കണ്ടപ്പോൾ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.